ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്ത് പറയാനാണ് ഞാൻ? ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ്റെ അഭിനയിച്ച ശേഷം ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറേ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഓർക്കുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മളിൽ ഇപ്പോൾ വീഡിയോ ഒന്നുമില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഉറപ്പിക്കട്ടെ, ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. വില മതിക്കാനാവാത്ത ഒരു സാധനം സ്ഥിരമായി തോന്നുന്നത് എൻ്റെ മിലിറ്ററി ആൻഡ് പോലീസ് യൂണിഫോംസ് വിത്ത് ക്യാപ്പ്. താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. കമ്മീഷണർ ഇട്ട ആ തൊപ്പി മാത്രം എൻ്റെ കയ്യിലില്ല. അത് കിട്ടിയില്ലേ? തൊപ്പിയില്ലല്ലോ, ഒരു ജോലിയില്ലല്ലോ, പുല്ലക്കാലം പോയി. കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ലേ തൊടുപുഴയിൽ, അവനെ കാണാൻ പോയപ്പോൾ അവന്റെ തലയിൽ അത് വെച്ചു. പിറന്നാൾ ദിനത്തിൽ ഓണ സമ്മാനങ്ങളുമായി ഷെഫീഖിന്റെ പ്രിയ നായകൻ സുരേഷ് ഗോപി എത്തി. ഷെഫീഖ് ചികിത്സയിൽ കഴിയുന്ന തൊടുപുഴയിലെ ആശുപത്രിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. ഒരു മാനുഷിക പരിഗണന അത്രയും കണക്കാക്കി കൂടെ? അത്രയുള്ള കുട്ടിയുടെ ജീവിതം. IG എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ് തൊപ്പി സമ്മാനമായി നൽകി. IG എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ് തൊപ്പി സമ്മാനമായി നൽകി. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എൻ്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയിട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഗതികേട് എൻ്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. ഫോട്ടോ വല്ലതും കാണിച്ചാ? ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്.